ആകെ 10 ദിവസം ട്രെയിനിങ് ആയിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് ഇല്ല, നമ്മുടെ അടുത്ത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്നും മോചിതനായ ജെയിൻ കുര്യനാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. അതിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ നമ്മൾ തന്നെ അവരുടെ ഒപ്പം കൊണ്ടുപോവാണ് ചെയ്തത്. ഞങ്ങൾ പോയത് 2 കൂട്ടം. മൂന്നാളുണ്ടായിരുന്നു. ബിനിലേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ സന്ദീപും ഉണ്ടായിരുന്നു. സന്ദീപ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു. ബിനിലേട്ടൻ്റെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു. ഒരു 5-ാം തീയതി ആയിരുന്നു, ജനുവരി 5-ാം തീയതി ആയിരുന്നു പുള്ളിക്ക് അപകടം പറ്റിയിട്ട്. എനിക്ക് 6-ാം തീയതി അപകടം പറ്റുമായിരുന്നു. ഏത് അതിന് വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുഡിൻ്റെ ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. താഴത്തെ ക്യാമ്പിൽ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് എത്തിക്കണ ജോലിയായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവസാനം ഇവർ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ കൂടെയും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ചെയ്തത്. അതാണ് അപകടം പറ്റിയത്. ഇല്ല, മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ. ഇന്ത്യക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഒരുവിധ ഇന്ത്യക്കാരനൊക്കെ അവിടുന്ന് തിരിച്ചെത്തിച്ചു എന്നാണ് അറിഞ്ഞത്. അവിടെ ചെന്ന് 2 മാസം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. അത് ക്യാമ്പായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. പിന്നെ ഒരു രാത്രി അവർ വിളിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മളെ കൊണ്ടുപോയത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അവിടെ എത്തിയപ്പോൾ നമുക്കിതിനെ അറിയില്ല എന്ന്, ഭാഷയുടെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നേരെ ഈ ഫുഡിൻ്റെ പരിപാടിക്ക് കൊണ്ടുകൊടുക്കാനായി നിർത്തി. അത് കഴിഞ്ഞ് അവസാനമായപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ അവരുടെ ഒപ്പം തന്നെ കയറി പോകാൻ പറയായിരുന്നുണ്ടായി. അതെ അതെ. അത് അവിടുന്ന് തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മോസ്കോയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹം മോചിതനായി എന്നുള്ള ആശ്വാസ വാർത്തയാണ് ഏതായാലും എത്തിയത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ അമ്മയുമായൊക്കെ ലെവിൻ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ന്യൂസ് മലയാളം തുടക്കം മുതൽ പിന്തുടർന്നിരുന്ന, ഇടപെട്ടിരുന്ന വാർത്തയായിരുന്നു ഈ ജെയിൻ കുര്യൻ അടക്കമുള്ളവരുടെ വിഷയം. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ടുപോയ മലയാളികളുടെ വിഷയം. ഏതായാലും ആശ്വാസ വാർത്ത. ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ന്യൂസ് മലയാളത്തിന് അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ജെയിൻ കുര്യൻ ഇങ്ങനെ ഇവിടെ വന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ.